ഹലോ ഓൾ, ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ഞാനും കുഞ്ഞുമായിട്ട് ഓസ്ട്രേലിയയിൽ നിന്ന് ട്രിവാൻഡ്രത്തോട്ട് വന്ന ഒരു വീഡിയോ ആണ്. ഞങ്ങൾ സിംഗപ്പൂർ എയർലൈൻസ് വഴിയാണ് വന്നത്. ഡാർവിനിൽ നിന്ന് നേരെ സിംഗപ്പൂർ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് പിന്നെ ട്രിവാൻഡ്രം ഫ്ലൈറ്റിൽ. രണ്ടും സിംഗപ്പൂർ എയർലൈൻസ് തന്നെയായിരുന്നു. നല്ല യാത്രയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ കാര്യങ്ങളാണ് ഞാനിതിൽ പറയുന്നത്. ഞങ്ങൾ 3:45 ഞങ്ങൾക്ക് ആഫ്റ്റർനൂൺ 3:40 ഫ്ലൈറ്റ്. ഞങ്ങളൊരു 3 മണിക്കൂർ മുന്നേ തന്നെ എയർപോർട്ടിൽ എത്തിയതുകൊണ്ട് ഇച്ചിരി സമയം ഉള്ളതുകൊണ്ട് ഞങ്ങൾ കുറച്ചൊന്ന് അവിടെ ഇരുന്ന് എന്തെങ്കിലും സ്നാക്ക് കഴിക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് പോകുന്നതാണ് ഇപ്പോൾ കാണുന്നത്. ഞങ്ങൾ പോയിട്ട് ചെറിയൊരു സ്നാക്ക് കഴിച്ച് വാങ്ങി കൊടുത്തതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് ബോർഡിംഗ് എടുക്കാനായിട്ട് പോയി. ഇവിടെ ഏകദേശം എല്ലാം ഓട്ടോമാറ്റിക്കായിട്ടാണ്, മെഷീൻസാണ് എല്ലാം ചെയ്യുന്നത്. നമുക്ക് മെഷീനിൽ നിന്ന് തന്നെ ബോർഡിങ് കിട്ടും. ബോർഡിങ് കിട്ടിയതിന് ശേഷം നമ്മൾ ലഗേജ് കൊടുക്കാനായിട്ട് ഇങ്ങോട്ട് വന്നു. അതിന് ശേഷം ഇവിടെ നിന്ന് നമ്മുടെ ലഗേജ് മെഷർ ചെയ്തതിന് ശേഷം അവരങ്ങോട്ട് കയറ്റി വിടുകയാണ് ചെയ്യുന്നത്. നമുക്ക് ഡയറക്റ്റായിട്ട് തന്നെ നമുക്ക് ബോർഡിങ് എടുക്കാൻ പറ്റും. അതിന് ശേഷമാണ് നമ്മൾ ഇമിഗ്രേഷനിലോട്ട് പോകുന്നത്. അപ്പോൾ ബാഗേജ് കൊടുത്തതിന് ശേഷം, അതായത് ലഗേജ് കൊടുത്തതിന് ശേഷം ഞാൻ സെക്യൂരിറ്റി ചെക്കിനായിട്ട് ഞാനും കുഞ്ഞുമായിട്ട് എൻ്റർ ചെയ്തു. അതിന് ശേഷം അവിടെ നിന്ന് മുകളിലോട്ടാണ് നമ്മളവിടെ പോയി ഇരിക്കേണ്ടത്. അതായത് ഞങ്ങൾ കുറച്ച് നേരത്തെ ആയതുകൊണ്ട് അവിടെ ബോർഡിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ലായിരുന്നു, അതായത് ഇമിഗ്രേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ അതിനായിട്ട് ഞങ്ങൾ വെളിയിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നതാണ് കാണുന്നത്. അപ്പോൾ അവിടെയുള്ള സെക്യൂരിറ്റി ഗാർഡ്സാണ് അവിടെ നിൽക്കുന്നത്. ഇത് ബാക്കി പോകുന്ന യാത്രക്കാരെല്ലാം ഡൊമസ്റ്റിക് യാത്രക്കാരാണ്. അപ്പോൾ ബാക്കി എല്ലാ ഗേറ്റും ഡൊമസ്റ്റിക് യാത്രയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഞങ്ങളുടെ ഗേറ്റ് 14 ആയിരുന്നു. 14 മാത്രമാണ് അവിടെ ഇൻ്റർനാഷണൽ ആൾക്കാർക്കായിട്ടുള്ളത്. അപ്പോൾ ഞങ്ങളവിടെ കുറേ നേരം വെയിറ്റ് ചെയ്തതിന് ശേഷം സമയമായപ്പോഴാണ് ഞങ്ങളകത്തോട്ട് കയറിയത്. അതിന് ശേഷം അവിടെ നിന്ന് നമ്മുടെ ബാഗിലെ ലിക്വിഡ്സ് എല്ലാം അവർ മാറ്റുന്നുണ്ടായിരുന്നു. ലിക്വിഡ്സും പൊട്ടിച്ച് കഴിഞ്ഞ സ്നാക്സും എല്ലാം അവർ മാറ്റുന്നുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ കയ്യിൽ കുഞ്ഞുണ്ടായിരുന്നത് കൊണ്ട് അതിനായിട്ടുള്ള ബേബി ഫുഡും വാട്ടറും ഒന്നും അവർ മാറ്റിയിട്ടില്ല. അതുപോലെ തന്നെ എനിക്ക് കൊണ്ടുപോകാൻ വേണ്ടി പറ്റി. അതിനുശേഷം നമ്മുടെ ടൈം ആയപ്പോഴത്തേനും ഫ്ലൈറ്റിൽ കയറാനായിട്ട് പോകുന്നതാണ് കാണുന്നത്. ഞങ്ങൾ രണ്ടുപേരും കുഞ്ഞ് 2 വയസ്സ് 2 മാസമാണ്. അപ്പോഴത്തേനും ഞങ്ങൾ ആദ്യം തന്നെ അവർ ഞങ്ങൾക്ക് ആദ്യം കയറി ഒന്ന് സെറ്റിലാവാനുള്ള സമയത്തിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞങ്ങൾ കയറുകയാണ് ചെയ്തത്. അതിനായിട്ട് കുറച്ച് ദൂരം ഇതുപോലെ തന്നെ നടക്കണം. ഈ കാണുന്ന ഫ്ലൈറ്റിലാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ ലഗേജാണ് താഴെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഫ്ലൈറ്റിൽ കയറിയതിന് ശേഷം ഞങ്ങൾക്കൊരു 4 മണിക്കൂർ 20 മിനിറ്റാണ് സിംഗപ്പൂരിലോട്ടുള്ള ടൈം. അപ്പോൾ മോൻ എന്തുമാത്രം സഹകരിക്കുമെന്ന് അറിഞ്ഞത്, അതുകൊണ്ട് പറ്റുന്ന സമയത്ത് മാത്രം ഞാനിങ്ങനെ വീഡിയോ എടുത്തിട്ടുണ്ട്. ഞാൻ പിന്നെ ആദ്യമായിട്ടല്ല ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുന്നതെങ്കിലും ഇതുപോലെ വേറെ സിംഗപ്പൂരിൽ പോയി ഇറങ്ങിയിട്ട് അവിടെ നിന്ന് 1.5 hour ഉള്ളത് അടുത്ത ട്രിവാൻഡ്രം ഫ്ലൈറ്റിനായിട്ട്. അപ്പോൾ അതിനിടയ്ക്ക് ഒരു ടെർമിനൽ ചേഞ്ച് ഉണ്ട്. അതിൻ്റെയൊക്കെ ഒരു ടെൻഷൻ ആയിരുന്നു. കാര്യമായിട്ടൊന്നും അങ്ങനെ എടുക്കാനൊന്നും പറ്റില്ല. പെട്ടെന്ന് തന്നെ കുഞ്ഞുങ്ങളുണ്ട് വരുന്ന തിരക്കിലായിപ്പോയി. കുഞ്ഞ് കരയാതിരുന്ന സമയത്തും അവൻ കളിച്ചുകൊണ്ടിരുന്ന സമയത്ത് മാത്രമാണ് ഞാൻ ഈ വീഡിയോ എടുത്തിട്ടുള്ളത്. I just get you to wait here. Okay. Yeah. Yeah. Yes. Thank you. Thank you. Welcome. Hi, afternoon. Thank you.
Yes, yes. Together? No, no, no. Alright, how about Sal? 59. 59. Yes. ABC is here. I know it. കുറച്ച് നേരം ഞാൻ ഫ്ലൈറ്റിൽ ഈ വീഡിയോസൊക്കെ എടുത്തുകൊണ്ടിരുന്നു. അതിൽ നല്ല നല്ല കാഴ്ചകളൊക്കെ ഞാൻ എടുക്കാൻ വേണ്ടി ട്രൈ ചെയ്തിട്ടുണ്ട്. അതിലൊന്നാണിത്. മേഘങ്ങളിങ്ങനെ പല സ്ഥലത്തായിട്ട് കൂട്ടം കൂട്ടമായിട്ട് നിൽക്കുന്നത്. ഈ സ്ഥലത്തൊന്നും നമുക്ക് താഴെ ആകാശം കാണാൻ പറ്റുന്നില്ലായിരുന്നു. കുറച്ച് നേരം കാണും, അത് കഴിഞ്ഞ് പിന്നെ കാണില്ല. അതിന് താഴെ കടലാണ് കാണുന്നത്. കടലിലെ ചില ഭാഗത്ത് മാത്രം സൂര്യപ്രകാശം നല്ലോണം അടിക്കുന്ന ഭാഗത്ത് മാത്രമേ കാണാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ. ബാക്കിയെല്ലാം ഇതുപോലെ മേഘം കൊണ്ട് മൂടിക്കിടന്നു. അങ്ങനെ ചെറിയ ഏരിയകളൊക്കെ ഇങ്ങനെ ഞാൻ കവർ ചെയ്യാൻ വേണ്ടി നോക്കിയിട്ടുണ്ട്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് കണ്ട കുഞ്ഞു കുഞ്ഞു ദ്വീപുകൾ, ഈ കടലിനിടയ്ക്കായിട്ട് ചെറിയ ചെറിയ ദ്വീപുകൾ കണ്ടത് എടുത്തിട്ടുണ്ട്. പിന്നെ പെട്ടെന്ന് തന്നെ ഞങ്ങൾക്ക് ഫുഡ് കൊണ്ടുവന്നു. ചിക്കൻ ഫ്രൈഡ് റൈസും ഫിഷ് പാസ്തയുമാണ് കൊണ്ടുവന്നത്. 4-5 ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. ഏതെങ്കിലും വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാം. ഞാനിതിൽ സെലക്ട് ചെയ്തത് ചിക്കൻ ഫ്രൈഡ് റൈസ് ഭയങ്കര സ്പൈസി ആയിരുന്നു. ഫിഷ് പാസ്ത കുറച്ച് സ്പൈസ് കുറവായിരുന്നു. അത് നല്ല ടേസ്റ്റ് ആയിരുന്നു. ഞാനതാണ് കഴിച്ചത്. പിന്നെ ഞാൻ അവന് വേണ്ടി കുറച്ച് കുക്കീസൊക്കെ കരുതിയായിരുന്നു. പിന്നെ അതൊക്കെ കഴിച്ചുകൊണ്ടിരുന്നതുകൊണ്ട് അവനങ്ങനെ വലിയ വിശപ്പൊന്നുമില്ലായിരുന്നു. കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഉറങ്ങാനായിട്ട് അവൻ എൻ്റെ മടിയിലോട്ട് തന്നെ വന്നിരുന്നു. ഇതാദ്യമായിട്ടാണ് അവന് ഫ്ലൈറ്റിൽ സെപ്പറേറ്റ് സീറ്റിലൊക്കെ യാത്ര ചെയ്യുന്നത്. ഞങ്ങൾ അങ്ങോട്ട് പോയപ്പോൾ അവന് 2 വയസ്സ് കഴിയാത്തത് കൊണ്ട് എൻ്റെ മടിയിൽ തന്നെയാണ് ഇരുന്നത്. പ്രാവശ്യം ആദ്യമായിട്ട് 2 വയസ്സ് 2 മാസമായിരുന്നു. അവന് പ്രത്യേകം സീറ്റൊക്കെ എടുത്ത് കുറച്ച് നേരമൊക്കെ അവൻ സീറ്റിലിരുന്നു. അത് കഴിഞ്ഞിട്ട് ചാടി എൻ്റെ മടിയിലൊക്കെ വന്നിരിപ്പുണ്ടായിരുന്നു. സിംഗപ്പൂർ എത്തുന്നതിന് കുറച്ച് മുന്നേ ഉള്ളൊരു വ്യൂ ആണ്. സിംഗപ്പൂരിന് അടുത്തായിട്ട് തന്നെ കടലിൽ നിന്ന് ഫോക്കസ് ചെയ്യുമ്പോൾ ഉള്ള ഒരു ദ്വീപാണ് കാണുന്നത്. ആ ഒരു ചെറിയ ദ്വീപ്, മണ്ണിടയിൽ ദ്വീപ്, പിന്നെ ചെറിയ ചെറിയ കരഭാഗമൊക്കെയാണ് കാണുന്നത്. ഇങ്ങനെ ഒരുപാട് ചെറിയ ചെറിയ ദ്വീപുകൾ പോലും നമുക്ക് ഫ്ലൈറ്റിൽ ഇരിക്കുമ്പോൾ കാണാൻ പറ്റും. പിന്നെ കടലിൽ ഫോക്കസ് ചെയ്യുമ്പോഴത്തേക്കും കാണുന്നത് ചെറുതും വലുതുമായിട്ടുള്ള ഷിപ്പുകളാണ് കാണുന്നത്. അങ്ങോട്ട് പോകുന്നതും തിരിച്ചു വരുന്നതുമായിട്ടുള്ള ഷിപ്പുകൾ. മോൻ അതൊക്കെ കണ്ടപ്പോൾ ഭയങ്കര കൗതുകമായിരുന്നു. അവൻ കുറേ നേരം അടുത്ത് വന്നിരുന്നു അതൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു വിൻഡോ വഴി. അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ സിംഗപ്പൂരിൽ ലാൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു. സിംഗപ്പൂരിൽ ലാൻഡ് ചെയ്യുന്ന സമയത്തും കാണാൻ വേണ്ടി ഭയങ്കര ഭംഗിയാണ്. എപ്പോഴും ഫ്ലൈറ്റ് യാത്രയിൽ നമ്മൾ ലാൻഡിങ് സമയത്ത് നല്ലൊരു വ്യൂ ആയിരിക്കും കാണുന്നത്. പകൽ സമയമാണ് യാത്ര ചെയ്യുന്നതെങ്കിൽ, രാത്രിയാണെങ്കിലും നല്ല വ്യൂ തന്നെയാണ്. ഒരുപാട് ഇങ്ങനെ ലൈറ്റ്സ്, ജനവാസ കേന്ദ്രങ്ങളിലെല്ലാം ഇങ്ങനെ ലൈറ്റ്സ് ഇങ്ങനെ തിളങ്ങി നിൽക്കുന്ന ഒരു കാഴ്ച കാണാൻ പറ്റും. ഇതിപ്പോൾ സിംഗപ്പൂരിൽ 7 മണിയാണ് സമയം. സൺസെറ്റ് ഏകദേശം കഴിഞ്ഞു. അതുകൊണ്ടാണ് ഇങ്ങനെ ഡാർക്കായിട്ട് കാണുന്നത്. നമ്മളൊരു ഈവനിങ് സൺസെറ്റിന് മുന്നേ ഒക്കെ എത്തിയിട്ടുണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടെ ക്ലാരിഫൈ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുമായിരുന്നു. ഇതിപ്പോൾ ക്ലാരിറ്റി വളരെ കുറവായിരുന്നു.
ഈ ഇത് കുറേ ഭാഗം കാണുന്നത് അവിടുത്തെ കൃഷിയാണ്. നമുക്ക് കൃഷി ഇങ്ങനെ നന്നായിട്ട് ഫോക്കസ് ചെയ്താൽ നന്നായിട്ട് കാണാൻ പറ്റുന്ന രീതിയിൽ തന്നെ ആയിരുന്നു. ഒരുപാട് ദൂരം ഇങ്ങനെ കൃഷി സ്ഥലം തന്നെയായിരുന്നു. പിന്നെ നദികൾ, അതിനിടയിലൂടെ ഒഴുകുന്ന നദികൾ, പിന്നെ റോഡുകൾ, അതെല്ലാം നമുക്ക് കൃത്യമായിട്ട് തന്നെ അതിലിരുന്ന് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. ഏകദേശം ഞങ്ങൾ ലാൻഡ് ചെയ്ത് ഒരു അരമണിക്കൂറിനുള്ളിൽ തന്നെ ഫുള്ള് ഡാർക്കായായിരുന്നു, നല്ലോണം ഇരുട്ടിയായിരുന്നു. അതിനുശേഷം ഞങ്ങൾ സ്കൈ ട്രെയിനിൽ പോകുന്ന സമയത്ത് ഞാൻ പുറത്തോട്ട് നോക്കുമ്പോൾ നല്ല ഇരുട്ട് തന്നെയായിരുന്നു. ഇപ്പോൾ സൂര്യാസ്തമയം കഴിഞ്ഞുള്ള ജസ്റ്റ് ഉള്ള ഒരു വ്യൂ ആണ് നമ്മളീ കാണുന്നത്. സിംഗപ്പൂർ എയർപോർട്ടാണ് കാണുന്നത്. എയർപോർട്ടിലോട്ട് ലാൻഡ് ചെയ്യുന്ന ഒരു സമയമാണ്. ലാൻഡ് ചെയ്ത ഉടനെ തന്നെ നമ്മൾ അകത്തോട്ട് സിംഗപ്പൂർ എയർപോർട്ടിനകത്തോട്ട് എൻട്രി ചെയ്യുകയാണ് ചെയ്തത്. വലിയ തിരക്കൊന്നുമില്ലായിരുന്നു. ഫ്ലൈറ്റിൽ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നെങ്കിലും എയർപോർട്ടിൽ വലിയ തിരക്കായിട്ട് അങ്ങനെ ഇല്ലായിരുന്നു. പെട്ടെന്ന് തന്നെ നമുക്ക് ഇറങ്ങാനും ഒക്കെ പറ്റി. പിന്നെ ബാഗ് ഒക്കെ നമുക്ക് പിന്നെ ട്രിവാൻഡ്രത്ത് നിന്ന് കളക്ട് ചെയ്താൽ മതി എന്നുള്ളത് കൊണ്ട് ഹാൻഡ് ലഗേജ് മാത്രമേ കയ്യിലുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് സ്പീഡിൽ കുഞ്ഞിനെ കൊണ്ട് നടക്കാനൊക്കെ ഈസി ആയിരുന്നു.
നമ്മൾ പോകണം. അത് കഴിഞ്ഞ് അവിടെ നിന്നും പിന്നെ ഗേറ്റ് ചേഞ്ച് ഉണ്ട്. ഒരുപാട് ഗേറ്റ് കടന്നിട്ട് എൻ്റെ ഗേറ്റ് C17 ആയിരുന്നു. അപ്പോൾ അതുവരെ നടന്നു പോയി. അവിടെ നിന്നായിരുന്നു അടുത്ത ഫ്ലൈറ്റ്. അപ്പോൾ ഞാൻ പോയപ്പോഴത്തേനും ഓൾമോസ്റ്റ് ടൈം ആയായിരുന്നു. പെട്ടെന്ന് ഞാൻ പോയി കുഞ്ഞിനെ ഒന്ന് പാമ്പറൊക്കെ മാറ്റി അവൻ്റെ ഡ്രസ്സ് മാറ്റി പെട്ടെന്ന് ഞാൻ ഫ്ലൈറ്റിലോട്ട് കയറുകയാണ് ചെയ്തത്. എൻ്റെ അടുത്ത് അവർ വന്ന് ചോദിക്കുന്നത് കുഞ്ഞിനെ കൊണ്ടുപോകാനുള്ള സ്ക്രോളർ വേണമെന്നാണ് ചോദിച്ചത്. ഞാൻ അപ്പോൾ വേണ്ടെന്ന് പറഞ്ഞു. പക്ഷെ കുറേ നടന്നു പോകുമ്പോഴാണ് ഒരു 14 വയസ്സിൽ സ്ക്രോളർ എടുത്തിരുന്നത് പെട്ടെന്ന് എത്താമായിരുന്നു. ഇതിപ്പോൾ സ്കൈ ട്രെയിനിലോട്ട് കയറുന്നതാണ്. അപ്പോൾ കുറേ ദൂരം നടന്നു വന്നു. മക്കളൊന്നും വീഡിയോ എടുത്തിട്ടില്ല. ഏകദേശം ഒരു അരമണിക്കൂർ തന്നെ നടക്കാനായിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷമാണ് സ്കൈ ട്രെയിൻ കിട്ടിയത്. സ്കൈ ട്രെയിനിൽ കയറി സ്കൈ ട്രെയിനിൽ ഇരുന്നിട്ട് ഒരു 5 to 6 മിനിറ്റിനകത്ത് നമ്മൾ അടുത്ത ടെർമിനലിലോട്ട് T1 എത്തി. അവിടെ നിന്ന് പിന്നെ നടക്കുന്ന വീഡിയോ ആണ് കാണുന്നത്. അത് കഴിഞ്ഞ് പെട്ടെന്ന് പാമ്പറൊക്കെ ചേഞ്ച് ചെയ്തതിന് ശേഷം പിന്നെ ഫ്ലൈറ്റിനകത്തോട്ട് കയറുന്ന വീഡിയോ ആണ് ഈ അടുത്ത് കാണുന്നത്. അതിനുശേഷം പിന്നെ ഒരുപാട് കിട്ടിയതുകൊണ്ട് പിന്നെയുള്ള കാഴ്ചകളൊന്നും അങ്ങനെ നല്ല വ്യൂ അല്ലാത്തത് കൊണ്ട് ഞാൻ പിന്നീടൊന്നും എടുത്തിട്ടില്ല. ജസ്റ്റ് സിംഗപ്പൂരിൽ നിന്ന് ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്തിട്ട് പിന്നെ ട്രിവാൻഡ്രത്ത് ഒരു 3 hour 50 മിനിറ്റാണ് ഉണ്ടായിരുന്നത്. 3 hour 50 മിനിറ്റിൽ നമ്മൾ ട്രിവാൻഡ്രം എത്തി. പിന്നെ നമ്മുടെ സ്കൂട്ടിനകത്ത് നമുക്ക് നല്ല ഫുഡായിരുന്നു. ബീൻ റൈസ് ആയിരുന്നു കിട്ടിയത്. മോനും എനിക്ക് സെയിം ഫുഡ് തന്നെയാണ് കിട്ടിയത്, ബീൻ റൈസ്. അവനും ഇഷ്ടപ്പെട്ടു. നല്ല സ്പൈസിയൊക്കെ ആയിരുന്നു. പക്ഷേ നമ്മുടെ ഒരു മീൻകറി ഒക്കെ വയ്ക്കുന്ന പോലെ അവരിങ്ങനെ ബീൻ വെച്ചതാണ്. നല്ല ആയിരുന്നു ബീൻ റൈസ്. പിന്നെ അപ്പോൾ ശരി, താങ്ക് യു ഫോർ വാച്ചിങ്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.